ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ ചപ്പാത്തി. നല്ലതുപോലെ പൊള്ളി വരുന്നതും ഏറെ നേരം സോഫ്റ്റായിട്ട് ഇരിക്കുന്നതുമായിട്ടുള്ള ചപ്പാത്തി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് 240 ml കപ്പിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഓയിലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ. ഞാൻ കുഴയ്ക്കാനായിട്ട് വളരെ നേർത്ത ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചൂട് തീരെ കൂടി പോകാൻ പാടില്ല. ചൂട് കൂടിക്കഴിഞ്ഞാൽ ചപ്പാത്തി മാവിന് ഒരു വെന്ത ചൊവ ഉണ്ടാകും. അതുകൊണ്ട് വളരെ നേർത്ത ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഇതുപോലെ കൈ വെച്ച് നമുക്ക് കുഴച്ചെടുക്കണം. ഇനി കൈകളിൽ മാവ് തീരെ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവമാകുന്ന വരെ നമ്മൾ കുഴയ്ക്കണം. ഇനി കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉള്ളം കൈ വെച്ച് വേണം അത് പ്രസ് ചെയ്ത് നമ്മൾ കുഴച്ചെടുക്കാൻ. ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കൈയിൻ്റെ ഉൾഭാഗം വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് നമ്മൾ കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത് നമ്മൾ കുഴയ്ക്കുന്നതിലാണ്. അതുകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കുഴച്ച് ഉരുട്ടിയെടുക്കാം. എനിക്ക് അത്രയും മാവ് കൊണ്ട് 7 ചപ്പാത്തി തയ്യാറാക്കാനുള്ള ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊടി വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് നമുക്കത് പരത്തിയെടുക്കാം. ഇനി ചൂടായ ചപ്പാത്തി തവയിലേക്ക് വേണം ചപ്പാത്തി ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ കുമിളകൾ വരും. ആ സമയത്ത് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി പതുക്കെ സ്പാറ്റില വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ ആ ചപ്പാത്തി നന്നായിട്ട് പൊള്ളി വരും. ഇത് കുഴച്ച ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെയാണ് പെട്ടെന്ന് തന്നെയാണ് ഞാനിവിടെ ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ പൊള്ളി വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തികൾ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അത്രയും 1.5 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് എനിക്ക് ചെറിയ ചപ്പാത്തികളാണെങ്കിലും 7 ചപ്പാത്തി ഇവിടെ എനിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിക്കുകളെല്ലാം നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തികൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. ഇനി പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.